ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും വിസ്ഡം മിഷന്റെ ഫിസിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫിസിക്സിന്റെ കഴിഞ്ഞ 2 വീഡിയോയിൽ ഒന്നാം പാഠത്തിലെ ആദ്യ 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കഷൻ ചെയ്തത്. അതിലെ ഒന്നാം ഭാഗത്തിലെ വൈദ്യുതോർജ്ജത്തിന്റെ വിവിധ കൺവെർഷനുകളെ പറ്റിയിട്ടും വൈദ്യുതോർജ്ജം ഇലക്ട്രിക് ചാർജ് നമ്മുടെ ബന്ധത്തെ പറ്റി നമ്മൾ പഠിച്ചു. രണ്ടാം വീഡിയോ ജൂൾസ് ലോയെ പറ്റി പഠിച്ചു. ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതാണ് H=I²× R×T. ഓക്കെ, ഇനി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത് നമ്മൾ ജൂൾസ് ലോയിൽ പഠിച്ച H=I²×R×T എന്ന ഇക്വേഷനിൽ ഇതിൽ ഓരോ വേരിയബിൾ ഉണ്ട്. I കറന്റ് ഉണ്ട്, R റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഉണ്ട്, T ടൈം ഓഫ് ദ കറന്റ് ഫ്ലോയിങ് ഉണ്ട്. ഈ മൂന്നിൽ നമ്മൾ ഓരോ വ്യത്യാസങ്ങൾ വരുത്തി ഉള്ള കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം H-ന് എന്ത് സംഭവിക്കും, അതാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 11 ഇതുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ എങ്ങനെയാണ് I പകുതിയാക്കിയാൽ, അതുപോലെ കറന്റ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് പകുതിയാക്കിയാൽ റെസിസ്റ്റൻസ് ഡബിൾ ചെയ്ത, ഇതേപോലെ ടൈമിൽ വ്യത്യാസം വരുത്തിയ തുടങ്ങിയ 6 കാര്യങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 11ാമത്തെ പേജ് നമ്പറിലെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഇക്വേഷൻ പ്രകാരം ഇതിൽ ഹീറ്റ് എനർജിക്ക് ചേഞ്ച് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് കേസ് 1ൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ H=I²×R×Tയിലെ കറന്റ് ഐനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ചെയ്തു, ഇരട്ടിപ്പിച്ചു. ഉദാഹരണമായിട്ട് പറയാൻ വെച്ചാല് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം 5 ആംപിയർ ആയിരുന്നെങ്കിൽ ഞാനൊരു 10 ആംപിയർ ആക്കി. അങ്ങനെ 10 ആംപിയർ ആക്കിയപ്പോൾ ഇരട്ടിപ്പിച്ചപ്പോൾ നമ്മുടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റ് എനർജിക്ക് എന്ത് സംഭവിച്ചു, അതാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ I ഡബിൾ I ആക്കി 2I ആക്കി. ദെൻ H=I²RT എന്നുള്ള ഇക്വേഷൻ ഇവിടെ ചേഞ്ച് വരികയായി 2I² × R×T എന്നായി മാറി. കാരണം എന്താ, നമ്മൾ I എന്നുള്ളത് ഇവിടെ ഡബിൾ I ആക്കി 2I ആക്കി ചേഞ്ച് ചെയ്തപ്പോൾ H=2I² × R×T ആയി. നമ്മൾക്ക് ഇക്വേഷൻ ഒന്ന് വിപുലീകരിച്ച് നോക്കാം. വിപുലീകരിക്കുമ്പോൾ നമുക്കറിയാം 2I² ആണ്. ഈ സ്ക്വയർ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ 2ന് ബാധകമാണ്, Iക്കും ബാധകമാണ്. പല കുട്ടികൾക്കും തെറ്റുപറ്റുന്ന ഒരു പ്രധാന ഭാഗമാണ് ഞാൻ പറയുന്നത്. ഈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 2നും ബാധകമാണ്, ഈ Iക്കും ബാധകമാണ്. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടും 2² × I² × RT എന്ന് എനിക്ക് ഇക്വേഷൻ കിട്ടും. വിപുലീകരിച്ച് സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 4 × I² × R×T എന്നായിരിക്കും എനിക്ക് ഇക്വേഷൻ കിട്ടുക. ഓക്കെ, അപ്പൊ നോക്ക, I എന്നുള്ളത് 2I ആക്കിയപ്പോൾ എനിക്ക് H കിട്ടിയത് 4I²RT എന്ന് കിട്ടി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് H=I²RT എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4I²RTക്ക് എന്ന് പകരം ഞാൻ ഇവിടെ എന്താക്കി മാറ്റി, 4H എന്നാക്കി മാറ്റി. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നുമില്ല, ജൂൾസ് ലോ പ്രകാരം കറന്റ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിലെ വൈദ്യുതി ഇന്റൻസിറ്റി ഓഫ് കറന്റിനെ ഞാൻ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5 ആംപിയർ 10 ആംപിയർ ആക്കി, അല്ലെങ്കിൽ 10 ആംപിയർ 20 ആംപിയർ ആക്കി കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി H-ന് എന്ത് സംഭവിക്കും? അത് 4 ഇരട്ടിയായിട്ട് മാറും. ഇപ്പൊ 40 ജൂൾ ആണെങ്കിൽ അത് 160 ജൂളാവും. അല്ലെങ്കിൽ 10 ജൂളാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ അത് 40 ജൂളാവും. 1 ജൂളാണ് ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ അത് കറന്റ് ഡബിൾ ചെയ്യുമ്പോൾ എത്രയാവും? 4 ജൂളാവും. അപ്പൊ എത്ര ഹീറ്റ് എനർജി ആയിരുന്നു നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത്? ഒറ്റയടിക്ക് അതിന്റെ 4 ഇരട്ടിയായിട്ട് മാറുകയാണ്. എപ്പോ
കറണ്ടിനെ നമ്മൾ ഇരട്ടിയാക്കിയാൽ, ഓക്കെ, അപ്പൊ കറണ്ടിന് ഇരട്ടിയാക്കുമ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 5 ഓം കറണ്ട്, 5 ആംപിയർ കറണ്ട് ആയിരുന്നു ഒരു സർക്യൂട്ടിലൂടെ കണ്ടക്ടറിലൂടെ പ്രവഹിച്ചിരുന്നത്. 5 ആംപിയർ കറണ്ട് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു? അത് 10 ആംപിയർ കറണ്ട് ആക്കി. 5 ആംപിയർ 10 ആംപിയർ ആക്കി. ഉടനെ തന്നെ, ഉദാഹരണമാണോ പറയുന്നത്, ഇത് ശരിക്കുള്ള വാല്യൂസ് ആയിരിക്കണം എന്നില്ല, ഉടനെ തന്നെ താപോർജ്ജം എന്ത് സംഭവിച്ചു? താപോർജ്ജം അതുവരെ 10 ജൂളായിരുന്നു എന്നുള്ളത് പെട്ടെന്ന് എത്ര ജൂളായി? 40 ജൂളായി. അപ്പോ ആദ്യത്തെ നിന്നും 4 ഇരട്ടിയായിട്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തു. എപ്പോൾ? കറണ്ട് 2 ഇരട്ടിയാക്കി മാറ്റിപ്പോ. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ കേസ്, ദാറ്റ് ഇസ് കേസ് 1. ഇനി നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് കടക്കുകയാണ്. അടുത്ത കണ്ടീഷനിൽ ഞാൻ ചെയ്തത്, സെക്കൻഡ് കണ്ടീഷൻ ഞാൻ ചെയ്തത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജിയിൽ മാറ്റം വരുത്താൻ എന്താണെന്ന് അറിയാൻ വേണ്ടി കറണ്ടിനെ പകുതിയാക്കി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പഴയ കറണ്ട് 10 ആംപിയർ ആയിരുന്നെങ്കിൽ ഞാനിവിടെ എത്രയാക്കി മാറ്റി? അത് 5 ആംപിയർ ആക്കി. കറണ്ട് ഫ്ലോ ചെയ്തതിനെ, ഇന്റൻസിറ്റി ഓഫ് കറണ്ടിനെ നേർപകുതിയാക്കി. 10 ആംപിയർ എന്നുള്ളത് 5 ആംപിയർ ആക്കി, അല്ലെങ്കിൽ 5 ആംപിയർ എന്നുള്ളത് 2.5 ആംപിയർ ആക്കി. അങ്ങനെ പകുതിയാക്കുമ്പോൾ, ഇന്റൻസിറ്റി ഓഫ് കറണ്ടിനെ പകുതിയാക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി എന്തുണ്ടാവും? അതാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോ I ചേഞ്ച് ടു I/2, ഇതാണ് കണ്ടീഷൻ. നമ്മൾ നമ്മുടെ ഇക്വേഷൻ എഴുതാണ്, ദാറ്റ് ഈസ് H is equal to I² RT എന്നതിന് പകരം ഞാൻ ഇവിടെ എന്ത് എഴുതും? I/2 whole square into R into T എന്ന് എഴുതും. ഓക്കെ, I എന്നതിന് പകരം ഇവിടെ എന്ത് വരും? I/2 എന്ന് വരും. I/2 whole square into R into T എന്ന് വരും. ഈ സ്ക്വയർ എന്ന് പറയുന്നത് ബ്രാക്കറ്റിനുള്ളിലെ 2 ടേംസിനും ബാധകമാണ്. അപ്പോ ഇക്വേഷൻ എന്ന് വരുമ്പോൾ I² by 2² എന്നിവിടെ വരും. I² by 2² into R into T എന്ന് വരും. അപ്പൊ നമുക്കത് ഒന്നും കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. I² into R into T divided by 2² എന്നുള്ളത് നമുക്ക് എത്ര ആക്കി എഴുതാം? 4 എന്ന് എഴുതി കൂടെ? 4 എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് H is equal to I² RT. അപ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് H/4 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ കേസ് 2 നമ്മൾ എന്താ മനസ്സിലാക്കിയത് നോക്കിയേ. അതായത് ഒരു കണ്ടക്ടറിലൂടെ പോയിരുന്ന വൈദ്യുതിയെ നമ്മൾ പകുതിയാക്കുമ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന താപം H എന്നുള്ളത് H/4 ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം നേരെ 1/4 മാറി എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി 10 ആംപിയർ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പിടിച്ചത് എത്ര ആംപിയർ ആക്കി? 5 ആംപിയർ ആക്കി. നേർപകുതിയാക്കി. നേർപകുതിയാക്കിയപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി H എന്ന് പറയുന്ന സംഭവം ഇതിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഒന്നുമില്ല. 40 ജൂളായിരുന്നു അതുവരെ ഉൽപ്പാദിപ്പിച്ചിരുന്ന താപമെങ്കിൽ ഒറ്റയടിക്ക് അത് എത്ര ജൂളായി മാറിയിട്ടുണ്ടാവും? 40ന്റെ 4/1, അതായത് 10 ജൂളായി മാറി. ഇതാണ് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ ഇന്റൻസിറ്റി ഓഫ് കറന്റ് പകുതിയാക്കി കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി 4/1 കുറയും. അതായത് 40 ജൂൾ എന്നുള്ളത് 10 ജൂളാവും, 100 ജൂൾ എന്നുള്ളത് ചിലപ്പോൾ 25 ജൂളാവും, 4 ജൂൾ എന്നുള്ളത് 1 ജൂളാവും. ഇതാണ് നമ്മൾ കേസ് 2 പഠിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ. ജൂൾസ് ലോയിൽ പഠിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ. നമ്മൾ ഇനി മൂന്നാമത്തെ കേസിലേക്ക് കടക്കാണ്. മൂന്നാമത്തെ കേസിൽ ഞാൻ ചെയ്ത വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജിയിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിൽ പ്രതിരോധം എന്നുള്ളത് ഞാൻ ഡബിൾ ചെയ്തു. അതായത് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആയിരുന്നെങ്കിൽ ഞാനത് 10 ഓം ആക്കി മാറ്റി. അല്ലെങ്കിൽ 1 ഓം ആയിരുന്നു റെസിസ്റ്റൻസ് എങ്കിൽ ഞാനത് 2 ഓം ആയി മാറ്റി.
അല്ലെങ്കിൽ 10 ഓം ആയിരുന്നു റെസിസ്റ്റൻസ് എങ്കിൽ ഞാൻ 20 ഓം ആക്കി മാറ്റി. ഉള്ള റെസിസ്റ്റൻസിനെ ഞാൻ ഡബിളിങ് ചെയ്തു. അപ്പൊ ഡബിളിങ് ചെയ്തപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, H is equal to I square into R into T. That is I square into R എന്നതിന് പകരം ഇവിടെ വരും 2R എന്ന് വരും into T എന്ന് വരും. നമുക്കറിയാം ബീജഗണിത റൂൾ പ്രകാരം ന്യൂമറിക്കൽ വാല്യൂസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, 2 into I square into R into T എന്നായിരിക്കും ഇക്വേഷൻ വരിക. അപ്പോ നമുക്കറിയാം 2 into I square R into T എന്നാണ് ഇക്വേഷൻ വന്നത്. ഈ I square RT എന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 2 into H എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡബിളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് ഇരട്ടിയാക്കിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു, അതും ഇരട്ടിയാകുന്നു. അതായത് 20 ജൂൾ ആയിരുന്നു എങ്കിൽ അത് 40 ജൂൾ ആകുന്നു. 10 ജൂളാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത് 20 ജൂളായി മാറുന്നു. 5 ജൂളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നെങ്കിൽ അത് 10 ജൂളായി മാറുന്നു. ഇതാണ് നമ്മൾ കേസ് 3 പഠിക്കുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ കേസ് 3 പഠിക്കുന്ന കാര്യം. ഇനി അടുത്ത് നമ്മൾ കേസ് 4 കടക്കാൻ പോവാണ്. കേസ് 4 എന്താ വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. കേസ് 4 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. വൈദ്യുതി പ്രവഹിച്ച സമയം, അതായത് അതുവരെ 5 മിനിറ്റ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, 5 മിനിറ്റ് എന്നുള്ളതിനെ ഡബിൾ ചെയ്തു, ടൈം എന്നുള്ളത് 2t ആക്കി. 5 മിനിറ്റ് വൈദ്യുതി പ്രവഹിച്ചു എന്നുള്ളത് 10 മിനിറ്റ് ആക്കി. സമയത്തെ ഇരട്ടിപ്പിച്ചു. സമയത്തെ ഇരട്ടിപ്പിച്ചപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ജൂൾസ് ലോയുടെ ഇക്വേഷൻ H is equal to I square RT എന്നുള്ളത് H is equal to I square into R into 2t എന്ന് വരും. നമുക്കറിയാം ബീജഗണിത പ്രകാരം, റൂൾ പ്രകാരം ഈ 2നെ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായി, 2I square R into T ആയി. I square RT എന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, H എന്ന് കൊടുക്കാം. കൊടുത്തൂടെ? കാരണം ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ജൂൾസ് ലോ പ്രകാരം H is equal to I square RT ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2 into I square RT എന്നതിന് പകരം 2H എന്നാക്കി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന കണ്ടക്ടറിലെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ സമയം ഇരട്ടിപ്പിച്ചാൽ, അതായത് 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കാം, അല്ലെങ്കിൽ 1 മിനിറ്റ് എന്നുള്ളത് 2 മിനിറ്റ് ആക്കാം, 60 സെക്കൻഡ് എന്നുള്ളത് 120 സെക്കൻഡ് ആക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജിയിലും എന്ത് സംഭവിക്കും, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജിയും പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യും, ഇരട്ടിയാവും. 10 ജൂൾ എന്നുള്ളത് 20 ജൂളാവും, അല്ലെങ്കിൽ 50 ജൂൾ എന്നുള്ളത് 100 ജൂളാവും, അല്ലെങ്കിൽ 20 ജൂൾ എന്നുള്ളത് 40 ജൂളാവും. അപ്പോ സമയം ഇരട്ടിപ്പിച്ചാൽ ഒപ്പം വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി എന്ത് ചെയ്യും, ഇരട്ടിയാകും. സമയം ഇരട്ടിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജിയും ഇരട്ടിയാവും. ഇതാണ് നമ്മൾ 4ാമത്തെ കേസിലെ പഠിക്കുന്ന കാര്യം. ഓക്കെ, ഇപ്പൊ നമ്മൾ മൊത്തം 4 കേസുകൾ പഠിച്ചു. ഓരോന്നോരോന്നായി നിങ്ങളെ നോട്ട് പുസ്തകത്തില് കുറിച്ച് വെക്കുക. നമ്മൾ ഇനി കേസ് 5 കടക്കുകയാണ്. കേസ് 5 കടക്കാം. കേസ് 5 ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത് ഞാൻ അങ്ങോട്ട് പകുതിയാക്കി. അതായത് 10 ഓം റെസിസ്റ്റൻസ് എന്നുള്ളത് 5 ഓം ആക്കി മാറ്റി, അല്ലെങ്കിൽ 2 ഓം റെസിസ്റ്റൻസ് എന്നുള്ളത് പകുതിയാക്കുമ്പോൾ 1 ഓം ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് പകുതിയാക്കാം. റെസിസ്റ്റൻസ് പല രീതിയിൽ നമുക്ക് പകുതിയാക്കാം. 3 രീതിയിലാണ് പ്രധാനമായിട്ട് നമുക്ക് പകുതിയാക്കാൻ പറ്റുക. ഒന്നെങ്കിൽ നീളം പകുതിയാക്കി കുറയ്ക്കുക, അല്ലെങ്കിൽ വണ്ണം ഇരട്ടിയാക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ഇരട്ടി കണ്ടക്ടിവിറ്റിയുള്ള അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി പകുതിയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്തായി മാറും, പകുതിയായി മാറും. അപ്പോൾ ഇതിൽ ഏതോ ഒന്ന് ഞാൻ ചെയ്ത് റെസിസ്റ്റൻസ് 5 ഓം എന്നുള്ളത് 2.5 ഓം ആക്കി, അല്ലെങ്കിൽ 10 ഓം എന്നുള്ളത് 5 ഓം ആക്കി മാറ്റി. റെസിസ്റ്റൻസ് പകുതിയാക്കിയപ്പോൾ ഞാൻ നമ്മുടെ ഇക്വേഷൻ ഇട്ടു, I square into R എന്നതിന്റെ പകരം ഇവിടെ എന്ത് വരും, R/2 എന്ന് വരും, ഇൻറ്റു T വരും. I square R T divided by 2. ഓക്കെ,
ഐ സ്ക്വയർ ആർ ടി എന്നതിന് നമുക്ക് എന്ത് കൊടുക്കാം, h എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ h/2 എന്ന രീതിയിൽ വരും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ, റെസിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ, ഒരു കറണ്ട് കാര്യം കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും, നമ്മുടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജിയും നേർ പകുതിയായി മാറും. 20 ജൂൾ എന്നുള്ളത് 10 ജൂളായി കുറയും, അല്ലെങ്കിൽ 40 ജൂൾ എന്നുള്ളത് 20 ജൂളായി കുറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് പഠിക്കുന്നത്. ഇങ്ങനെ 4 കേസുകൾ നമ്മൾ 6 കേസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 4 അല്ല 6 കേസുകൾ പഠിക്കുന്നുണ്ട്. ഇത് പഠിക്കുന്നതിന്റെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടറിന്റെ വൈദ്യുതിയും അതിലൂടെ വൈദ്യുതി പ്രവഹിച്ച സമയവും കോൺസ്റ്റന്റ് ആയി, എന്നിരുന്നാലും നമ്മൾ അതിന്റെ റെസിസ്റ്റൻസിൽ മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടി എന്ന് പറയും, ചിലപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു എന്ന് പറയും, ചിലപ്പോൾ റെസിസ്റ്റൻസ് ഇരട്ടിപ്പിച്ചു എന്ന് പറയും, ചിലപ്പോൾ റെസിസ്റ്റൻസ് കുറച്ചു എന്ന് പറയും, പകുതിയാക്കി എന്ന് പറയും. ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജത്തിന് എന്ത് സംഭവിക്കും, ഇതായിരിക്കും ചോദ്യം വരാം. അപ്പോൾ അതിനെ എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ കൂടിയാണ് നമ്മൾ ഈ ഒരു ഭാഗം നിങ്ങളെ പഠിപ്പിച്ചത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഇനി നമ്മുടെ കേസ് 6ഉം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കേസ് 6ൽ ഞാൻ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസ് 5ലെ റെസിസ്റ്റൻസിനെ പകുതിയാക്കിയ പോലെ ഇവിടെ സമയത്തിനെ ഞാൻ പകുതിയാക്കുന്നു. 10 മിനിറ്റ് പ്രവഹിച്ചിരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 5 മിനിറ്റ് ആക്കി മാറ്റുന്നു. സമയത്തെ ഞാൻ ഒറ്റയടിക്ക് പകുതിയാക്കുന്നു. അല്ലെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 120 സെക്കൻഡ് പ്രവർത്തിച്ചിരുന്ന വൈദ്യുതിയെ ഞാൻ 60 സെക്കൻഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജത്തിന് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം h is equal to I square R into T/2 വരും. കാരണം ഇവിടെ സമയത്തിന് നമ്മൾ പകുതിയാക്കുമ്പോൾ t എന്നതിന് പകരം നമ്മൾ T/2 എന്ന് ചേർക്കും. ബീജഗണിത പ്രകാരം നമുക്കറിയാം ഈ രണ്ട് എല്ലാത്തിനും ബാധകമായതുകൊണ്ട് കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ I square into R into T all divided by 2 എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് I square RT എന്ന് പറയുന്നത് h ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും h/2. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം, കേസ് 6 നിന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം, റെസിസ്റ്റൻസിനെ പോലെയും സമയത്തെ നമ്മൾ പിടിച്ച് പകുതിയാക്കിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം എന്തായി മാറും, നേർ പകുതിയായി മാറും. 40 ജൂൾ ആയിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ അത് ഉടനെ തന്നെ 20 ജൂളായിട്ട് മാറും. അതല്ലെങ്കിൽ 10 ജൂൾ ആയിരുന്നെങ്കിൽ അത് 5 ജൂളായിട്ട് ഹീറ്റ് എനർജി മാറും. ഇതാണ് നമ്മൾ കേസ് 6ൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജൂൾസ് ലോയുടെ 6 കേസുകൾ പഠിച്ചു. 6 കേസുകൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കേസിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയെ ഇരട്ടിപ്പിച്ചു. I എന്നുള്ളത് 2I ആക്കിയപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി, പ്രവഹിച്ച വൈദ്യുതിയെ ഇരട്ടിപ്പിച്ചപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റ് എനർജി 4 ഇരട്ടിയായി മാറി. രണ്ടാമത്തെ കേസിൽ പ്രവഹിച്ച വൈദ്യുതിയെ ആദ്യത്തെ കേസിൽ ഇരട്ടിപ്പിച്ചെങ്കിൽ രണ്ടാമത്തെ കേസിൽ പ്രവഹിച്ച വൈദ്യുതിയെ ഞാൻ പകുതിയാക്കി. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി 4/1 കുറഞ്ഞു. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ എന്ത് പഠിച്ചു, റെസിസ്റ്റൻസിന് ഇതേപോലെ ഇരട്ടിയാക്കി. റെസിസ്റ്റൻസിന് ഇരട്ടിയാക്കിയപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുത്ത ഹീറ്റ് എനർജി എന്ത് ചെയ്തു, ഇരട്ടിയായി. നാലാമത്തെ കേസില് നമ്മൾ എന്ത് ചെയ്തു, സമയത്തെ ഇരട്ടിപ്പിച്ചു. അതായത് 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കി. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റ് എനർജിയും ഇരട്ടിയായി മാറി. അഞ്ചാമത്തെ കേസില് നമ്മൾ പഠിച്ചു റെസിസ്റ്റൻസിനെ പകുതിയാക്കി. അതായത് 5 ഓം എന്നുള്ളത് 2.5 ഓം ആക്കി, അല്ലെങ്കിൽ 10 ഓം എന്നുള്ളത് 5 ഓം ആക്കി മാറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുണ്ടാവുന്നു, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജിയും നേർ പകുതിയായി മാറുന്നു. ആറാമത്തെ കേസ്, അവസാന കേസ് നമ്മൾ പഠിച്ചു, വൈദ്യുതി പ്രവഹിച്ച സമയത്തെ നമ്മൾ എന്ത് ചെയ്തു, പകുതിയാക്കി. അതായത് 10 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആക്കി മാറ്റി. അങ്ങനെ ചെയ്തപ്പോഴും എന്ത് ചെയ്തു, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റ് എനർജി നേർ പകുതിയായി മാറി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജൂൾസ് ലോയുടെ ഇക്വേഷൻ, അതായത് H is equal to I square RT എന്നുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന 6 കണ്ടീഷൻസ്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഒരു പക്ഷെ ഡയറക്റ്റ് ചോദിക്കും. ഒരു
ജൂൾസ് ലോ പ്രകാരം ഒരു കണ്ടക്ടർ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതിൽ കൂടിയുള്ള വൈദ്യുതി പ്രവാഹം ഇരട്ടിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന് എന്ത് ചെയ്യും? അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിൽ, പ്രതിരോധത്തിലെ നമ്മൾ പകുതിയാക്കി കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജത്തിന് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ പ്രവഹിച്ച സമയം, വൈദ്യുതി പ്രവഹിച്ച സമയം നമ്മൾ ഇരട്ടിപ്പിച്ചാൽ അല്ലെങ്കിൽ പകുതിയാക്കിയാൽ, എന്തെങ്കിലും ചെയ്താൽ, സമയത്തിന് എന്ത് ചെയ്താൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റ് എനർജിക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ആൻസർ ചെയ്യാം, എന്താണ് അതിന്റെ ഉത്തരം എന്നുള്ളത്, എങ്ങനെ വരുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടേബിള് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 11ാമത്തെ പേജ് നമ്പറിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ് പാഠപുസ്തകം. പാഠപുസ്തകത്തിലെ ഈ ടേബിളുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആണ്, ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട ഡെറിവേഷനുമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചു, H=I² × R × T. ഇത് എപ്പോഴാണ് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജ്ജം കണ്ടുപിടിക്കണം. ആ താപോർജ്ജം കണ്ടുപിടിക്കുന്നതിനായി ആ കണ്ടക്ടറിലൂടെ പ്രവഹിച്ച വൈദ്യുതി തന്നു, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം തന്നു, ആ കണ്ടക്ടറിലൂടെ പ്രവഹിച്ച വൈദ്യുതിയുടെ സമയം തന്നു. ഇത് മൂന്നും ഡയറക്റ്റ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മറ്റൊരു പ്രോബ്ലത്തില് നിങ്ങൾക്ക് ചോദിച്ച മറ്റൊരു പ്രോബ്ലത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യകർത്താവ് തന്ന ചോദ്യത്തില് റെസിസ്റ്റൻസ് തന്നിട്ടില്ല, കറണ്ട് തന്നിട്ടുണ്ട്, വൈദ്യുതി പ്രവഹിച്ച സമയം തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജൂൾസ് ലോയുടെ സഹായത്തോടു കൂടി ഈ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റ് എനർജി H കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പുതിയൊരു ഇക്വേഷൻ കുറച്ചെണ്ണം നമ്മൾ പഠിക്കാൻ പോവാണ്. അതിന് നമ്മൾ പഴയ നമ്മുടെ മറ്റൊരു ലോയിലേക്ക്, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ലോയ്ക്ക് കടക്കാണ്. ആ ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ ലോയുടെ പേരാണ് ഓംസ് ലോ. ഓംസ് ലോ പ്രകാരം പറഞ്ഞത് ഇത്രയുള്ളൂ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി, അതിലൂടെ പ്രവഹിക്കുന്ന കറന്റ് എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിന്റെ രണ്ട് ടെർമിനൽക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് I പ്രൊപ്പോർഷണൽ ടു V അല്ലെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു I എന്നുള്ളത് നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഓംസ് ലോ. അത് പ്രകാരം നമ്മൾ മറ്റു കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് ഫ്ലോ കുറയുന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് V പ്രൊപ്പോർഷണൽ ടു I എന്നാണ് ഓംസ് ലോയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും എന്തായിട്ട് എടുക്കാൻ പറ്റില്ല, അത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ ഇക്വേഷൻ ആക്കി V = I × R എന്നാക്കി. V = I × R എന്നാണ് നമ്മൾ അവിടെ പഠിച്ച ഇക്വേഷൻ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനൊരു ട്രയാങ്കിൾ വെച്ചു. ആ ട്രയാങ്കിളിന്റെ പേരാണ് ഓംസ് ലോ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ പേരാണ് ഓംസ് ലോ ട്രയാങ്കിൾ. ഈ ഓംസ് ലോ ട്രയാങ്കിൾ പോലെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കും. അത് ഇതേപോലെ തന്നെയാണ്, സ്ഥാനാന്തരം, പ്രവേഗം, സമയം, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ടൈം. അതേപോലെ ഒരു ട്രയാങ്കിൾ ആണ് ഈ ഓംസ് ലോ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഐയുടെ ഇക്വേഷനും ഫോം ചെയ്യാൻ പറ്റും, ആറിന്റെ ഇക്വേഷനും ഫോം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. എനിക്ക് സപ്പോസ് V ആണ് കിട്ടേണ്ടത് എന്ന് വിചാരിക്കാം. എനിക്ക് സപ്പോസ് V ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ് കിട്ടേണ്ടത് എന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യാം, ഈ ഓംസ് ലോ ട്രയാങ്കിളിലെ മുകൾ ഭാഗത്ത് വിയും ലെഫ്റ്റ് സൈഡിൽ I കറന്റും റൈറ്റ് സൈഡിൽ ബോട്ടത്തിലെ റെസിസ്റ്റൻസ് കൊടുത്തതിലെ മുകൾ ഭാഗത്ത് കണ്ടുപിടിക്കേണ്ട V ഞാൻ പൊത്തിപ്പിടിക്കുന്നു. പൊത്തിപ്പിടിക്കുമ്പോൾ എനിക്ക് അടിയിലെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. ഇക്വേഷൻ അല്ല, 2 ലെറ്റർ മാത്രമേ കിട്ടുള്ളൂ, I R, രണ്ടും നേരെയാണ്. അപ്പൊ എഴുതാം V = I × R. അങ്ങനെയാണെങ്കിൽ അടുത്തത് എനിക്ക് അറിയേണ്ടത് I ആണ് കണ്ടുപിടിക്കേണ്ടത്. I കണ്ടുപിടിക്കണം. Iയുടെ ഇക്വേഷൻ എന്താണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ടൈമിൽ ചെയ്ത പോലെ I കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു, I യെ പൊത്തിപ്പിടിച്ചപ്പോൾ ന്യൂമറേറ്ററിൽ വിയും
താഴെ റെസിസ്റ്റൻസ് R ആണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് വിയും താഴെ റെസിസ്റ്റൻസ് R ആണ് വരുന്നത്. അപ്പൊ എനിക്ക് എഴുതാം V/R എന്ന് എഴുതാം. കണ്ടോ, ഫോംസ് ലോ ട്രയാങ്കിൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇക്വേഷൻസ് എളുപ്പം ഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ R ആണ് കണ്ടുപിടിക്കുന്നത്, എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. R = എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ R നെ ഞാൻ പൊത്തിപ്പിടിക്കുകയാണ്. R നെ ഞാൻ പൊത്തിപ്പിടിച്ചു. മുകളിൽ V, താഴെ I, ന്യൂമറേറ്റർ V, ഡിനോമിനേറ്റർ I, അംശം V, ഛേദം I. അപ്പൊ എനിക്ക് കിട്ടിയായി V/I എന്ന് മറ്റൊരു ഇക്വേഷൻ എനിക്ക് കിട്ടുകയായി. അപ്പൊ ഓംസ് ലോ പ്രകാരം നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചു. V = IR, I = V/R, R = V/I എന്നിങ്ങനെ 3 ഇക്വേഷൻ പഠിച്ചു. അപ്പോ ഇവിടത്തെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ചോദ്യകർത്താവ് പരീക്ഷയ്ക്ക് കുഴപ്പിക്കാൻ വേണ്ടി ചോദ്യകർത്താവ് തന്ന ചോദ്യത്തില് വോൾട്ടേജ് ഉണ്ട്, കറന്റ് ഉണ്ട്, ടൈം ഉണ്ട്, എങ്ങനെ ഹീറ്റ് എനർജി കണ്ടുപിടിക്കും. എന്റെ കയ്യിൽ ആകെ ഒരു ഇക്വേഷൻ എനിക്ക് അറിയുള്ളൂ. H = എന്താണ്, I² R × T എന്നുള്ള ഇക്വേഷൻ എനിക്ക് അറിയുള്ളൂ. പക്ഷെ R തന്നിട്ടില്ല. പകരം വോൾട്ടേജ് ആണ് തന്നിരിക്കണേ. എന്ത് ചെയ്യാം, R എന്നതിന് പകരം, ശ്രദ്ധിക്കുക, R എന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഓംസ് ലോയുടെ ഇക്വേഷൻ ഉപയോഗിക്കും. R = V/I എന്നുള്ള ഇക്വേഷൻ ഇവിടെ R ന് പകരം ഉപയോഗിക്കും. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ വരുമ്പോ എന്ത് വരും, I² എന്നുള്ളത് അതേപോലെ തന്നെ വരും. R എന്നതിന് പകരം ഓംസ് ലോയുടെ ഇക്വേഷൻ V/I ഞാൻ ഇവിടെ ഉപയോഗിച്ചു. × T എഴുതി. നമുക്കറിയാം ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് വരുന്ന ടേമുകളൊക്കെ ക്യാൻസൽ. ഇവിടെ I² ഉണ്ട്, ഇവിടെ I ഉണ്ട്, രണ്ട് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ IVT എന്ന ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ VIT, വിറ്റ് എന്നുള്ള ഇക്വേഷൻ ആയിട്ട് എനിക്ക് മാറ്റി എഴുതാം. IVT എന്ന് എഴുതിയാലും കുഴപ്പമില്ല, VIT എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ ഒരു പ്രോബ്ലമാറ്റിക് ഇക്വേഷൻ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോണത്. മൂന്നാമത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യകർത്താവ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യത്തിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് തന്നു, ചാലകത്തിന്റെ പ്രതിരോധം റെസിസ്റ്റൻസ് തന്നു, ടൈം തന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹീറ്റ് എനർജി H കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. H = I² × R × T എന്ന ഇക്വേഷൻ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. പക്ഷെ I ചോദ്യത്തിൽ തന്നിട്ടില്ല. Iക്ക് പകരം V ആണ് തന്നിരിക്കുന്നത്. R ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ആരെ ആശ്രയിക്കും, ഓംസ് ലോയുടെ ട്രയാങ്കിളെ ആശ്രയിക്കും. അപ്പൊ I ആണ് തരാത്തത്. അപ്പൊ നേരത്തെ R തരാതിരുന്നപ്പോൾ R = എന്ന് ഉപയോഗിച്ച പോലെ I തരാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, I = എന്നുള്ള ഭാഗം ഇവിടെ നോക്കും. I = എന്ന ഭാഗം നമുക്ക് നോക്കുമ്പോൾ അറിയാം, I = V/R എന്നാണ് ഇക്വേഷൻ വരുന്നത്. I = V/R എന്നായതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുകയായി I² എന്നതിന് പകരം ഞാൻ എഴുതുകയാണ് V/R² എന്നിങ്ങനെ എഴുതുകയാണ്. ഓക്കെ, I എന്നതിന് പകരം I² എന്നതിന് പകരം V/R² × R × T എന്ന് എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡിലേക്ക് എഴുതുകയാണ്. നമുക്ക് സ്ഥല സൗകര്യം കുറവാണ്, ഈ സൈഡിലേക്ക് എഴുതുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ V² / R² × R × T എന്ന് ഇക്വേഷൻ കിട്ടും. V/R² എന്നതിനെ V² / R² × R × T എന്ന് എനിക്ക് കിട്ടും. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ക്വയറിന്റെയും ഈ ആറിനെയും നമുക്ക് എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് അറിയാം. ഡിനോമിനേറ്ററിൽ 2 R ഉണ്ട്, അതാണ് R². ആ R²ന്റെയും ഈ ആറിനെയും നമ്മൾ പരസ്പരം ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴേ എനിക്ക് ഇവിടെ ബാക്കി എന്തുള്ളതെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു V² ഉണ്ട്.
വി സ്ക്വയറിനെ ഞാൻ ഇവിടുത്തെ എഴുതി. ഇനി ഇവിടെ r ക്യാൻസൽ ആയി, ഇവിടുത്തെ r സ്ക്വയറും ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ r ഉണ്ട്. ഇനി ഇവിടെ അവസാനം അവശേഷിക്കുന്ന t മാത്രം. അപ്പൊ പുതിയ ഇക്വേഷൻ കിട്ടുകയായി. ദാറ്റ് ഈസ് h is equal to v square by r into t എന്ന പുതിയ ഇക്വേഷൻ കിട്ടുകയായി. ഇതാണ് നമ്മൾ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്ന മൂന്നാമത്തെ ഇക്വേഷൻ. h is equal to v square by r into t. ഒന്നുമില്ല, ഐക്ക് പകരം v by r ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. r സ്ക്വയറും r ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ള ടേംസ് മാത്രം എടുത്ത് എഴുതിയാൽ എനിക്ക് ഇവിടെ കിട്ടും v സ്ക്വയർ ബൈ r into t. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഐക്ക് പകരം v by r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ v സ്ക്വയർ ബൈ r സ്ക്വയർ എന്ന് വന്നു. r സ്ക്വയറും r ക്യാൻസൽ ആയി. ദെൻ ബാക്കിയുള്ള ടേംസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി h is equal to v സ്ക്വയർ ബൈ r into t. അങ്ങനെ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പ്രോബ്ലമാറ്റിക്കലി പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് 3 ഇക്വേഷൻ പഠിച്ചു. ഒന്നാമത് ജൂൾസ് ലോയുടെ ഡയറക്റ്റ് ഇക്വേഷൻ h is equal to I square RT. രണ്ടാമത്തെ ഇക്വേഷൻ h is equal to VIT. പക്ഷെ അതെപ്പോ ഉപയോഗിക്കും? വോൾട്ടേജും കറന്റും ടൈമും തന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ h is equal to VIT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കും. മൂന്നാമത്തെ ഇക്വേഷൻ h is equal to v square by r into t. മൂന്നാമത്തെ ഇക്വേഷൻ v square by r into t എന്ന ഇക്വേഷൻ ആണ് പഠിച്ചത്. അതെപ്പോ ഉപയോഗിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും ടൈമും തന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ എഴുതും. അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻ പഠിച്ചു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇതാണ് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.